പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഈ ഒരു ദിനം വലിയൊരു ദൈവാനുഗ്രഹത്തിന്റെ ദിനമായി മാറട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് എന്നെ ഏറെ ഇഷ്ടപ്പെട്ട ഒരു വചനമാണ്. അത് നിയമാവർത്തനം 4:7. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ, എങ്ങനെയാണ്? നാം വിളിച്ച് അപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണ് ഉള്ളത്? ഒറ്റ കാര്യമുള്ളൂ, നാം വിളിച്ചപേക്ഷിക്കണം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പ്രതികൂലങ്ങളിൽ, നമ്മുടെ ഒറ്റപ്പെടലിൽ, നമ്മുടെ തിക്താനുഭവങ്ങളിൽ, നമ്മുടെ ശരിക്കും മനസ്സിൻ്റെ ബലം ചോർന്നു പോകുന്ന അവസ്ഥയിൽ നമ്മൾ എങ്ങനെയാണ് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നത്? നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് സമീപസ്ഥനായിരിക്കുന്നത് പോലെ. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ചില പിന്മാറ്റത്തിൻ്റെ അരൂപി പറ്റുന്നില്ല കർത്താവെ, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ശരിക്ക് ഈ വചനം ആവർത്തിച്ച് പറയുമ്പോൾ, അതുപോലെ തന്നെ യേശുവേ എന്നുള്ള തുറന്ന് വിളിക്കുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, ആ പ്രശ്നം അവിടെ തന്നെയുണ്ട്. പക്ഷേ ദൈവശക്തി നമ്മുടെ കൂടെ, അതായത് വചനം ഇങ്ങനെ പറയുന്നില്ലേ, അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിന് കാരണം. അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകും. ഒറ്റ കാര്യമുള്ള സഹോദരങ്ങളെ, വിളിച്ചപേക്ഷിക്കേണ്ടത് പോലെ ഈ നോമ്പ് കാലഘട്ടം കർത്താവിനെ വിളിച്ചപേക്ഷിക്കാനുള്ള നല്ലൊരു അവസരമാണ്. പരിശുദ്ധ കുർബാനകൾ, അതുപോലെ തന്നെ കുരിശിൻ്റെ വഴി, നമ്മൾ കാറിൽ യാത്രയൊക്കെ ചെയ്യുമ്പോൾ കുരിശിൻ്റെ വഴി ഇപ്പോൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ സഹോദരങ്ങളെ? ഈ വ്യർത്ഥ ഭാഷണവും വ്യർത്ഥ ന്യൂസും കാണാതെ ആ കുരിശിൻ്റെ വഴി ജപമാലക്കിട്ട് കഴിഞ്ഞാൽ എത്ര ആനന്ദദായകമായിരിക്കും. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥന നിയോഗം ഉള്ളത്, അച്ഛനൊന്ന് വൈകിട്ട്, ഇന്ന് വ്യാഴാഴ്ച വൈകിട്ട് അച്ഛൻ ബാംഗ്ലൂർക്ക് പോകാൻ കേട്ടോ. നാളെ ആദ്യ വെള്ളിയാഴ്ചയാണ്, നമ്മൾ അട്ടപ്പാടിക്ക് പോകുന്ന ദിവസമാണ്. ബഹുമാനപ്പെട്ട സേവക മഠാധ്യക്ഷൻ പ്രത്യേകം ആവശ്യപ്പെട്ട പ്രകാരം നമ്മുടെ ബാംഗ്ലൂരിലൊരു കൺവെൻഷൻ്റെ ആദ്യത്തെ ദിവസത്തിലൊന്ന് സഹായിക്കാനാണ് അച്ഛൻ പോകുന്നത്. നാളെ വെള്ളിയാഴ്ച ബാംഗ്ലൂരാണ്. വെള്ളിയാഴ്ച വൈകിട്ട് തന്നെ അവിടുന്ന് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരും. നമ്മുടെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ഓർത്തേക്കണം കേട്ടോ. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നിയമാവർത്തനം 4:7 അഭിഷേകം ഇത് കേൾക്കുന്ന ഓരോ മക്കളിലും കത്തിപ്പടരട്ടെ. ഹല്ലേലൂയ. രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.